വാലറ്റും ക്യാഷും കോയിൻസും ഡെബിറ്റ് കാർഡ് പോലും കൊണ്ടും നടക്കേണ്ടതില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒരു സ്മാർട്ട് ഫോൺ മാത്രമല്ലെങ്കിൽ ഒരു മോതിരം. അതെ, അതാണ് ക്യാഷ്ലെസ് ലോകത്തിന്റെ ഭാവി. എന്നാൽ ഈ യാത്രയിൽ സ്മാർട്ട് ഫോൺ മാത്രം മതിയാകുമോ എന്നത് നോക്കാം. ക്യാഷ്ലെസ് ലോകത്തെക്കുറിച്ച് പലർക്കും അറിയാമെങ്കിലും നിരവധി ആളുകൾക്ക് അറിയില്ല. പേപ്പർ കറൻസിയോ കോയിൻസോ കൂടാതെ പേയ്മെന്റ്സുകളെല്ലാം ഡിജിറ്റൽ മാധ്യമം ഉപയോഗിച്ച് മാത്രം നടത്തുന്ന ലോകം ആണത്. ഇതൊരു പുതിയ കാര്യമല്ല. നിങ്ങളെല്ലാവരും UPI, ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, QR കോഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുന്നവരാണ്. ഇതുകൊണ്ട് കൂടുതൽ സുരക്ഷിതമായി പണം കൊണ്ടു നടക്കുകയും കൂടുതൽ ഈസിയായി പണം കൈമാറുകയും ചെയ്യാം. നിലവിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കാർ ഉപയോഗിച്ചാണ് പൊതുവെ ആളുകൾ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത്. അതുകൂടാതെ കുറച്ച് സാങ്കേതിക വിദ്യകൾ കൂടി ഉണ്ട്. ഒന്ന് സ്മാർട്ട് റിംഗ്സ് ആണ്. വിരലിൽ അണിയുന്ന സ്മാർട്ട് മോതിരം. പേയ്മെന്റ് മെഷീനിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. രണ്ടാമത്തേത് സ്മാർട്ട് വാച്ച് ആണ്. പല വാച്ചുകൾക്കും ഇന്ന് NFC സാങ്കേതിക വിദ്യയുണ്ട്. ഒരു റിസ്റ്റ് ടാപ്പിലൂടെ ഷോപ്പ് ചെയ്യുകയും ബസ് ടിക്കറ്റ് എടുക്കുകയും ഒക്കെ ചെയ്യാം. മൂന്നാമത്തേത് മൈക്രോ ചിപ്പ് ആണ്. പേയ്മെന്റ് കാർഡായിട്ട് പ്രവർത്തിക്കുന്ന തൊലിക്കുള്ളിൽ വെക്കുന്ന ചെറിയ ചിപ്പ് ചില രാജ്യങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ പേയ്മെന്റ് നടത്താൻ ഒരു ഡിവൈസ് തന്നെ വേണമെന്നില്ല. സ്മാർട്ട് ഡിവൈസുകൾ ഓരോ ദിവസം ചെല്ലും തോറും ചെറിയതായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാരാണ്. ഘട്ടം ഘട്ടമായി പേപ്പർ നോട്ടുകൾ പിൻവലിച്ച് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് ആളുകളെ എത്തിക്കുന്നതോടെ വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളോടെ പ്രിന്റ് ചെയ്യുന്ന പേപ്പർ കറൻസിക്ക് ഉണ്ടാകുന്ന വലിയ ചിലവ് ഇല്ലാതെയാകും. പൂർണ്ണമായി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആകുന്നതോടെ ബ്ലാക്ക് മണിയും നികുതി വെട്ടിപ്പും വളരെ വേഗത്തിൽ കണ്ടെത്തുവാൻ കഴിയും. എല്ലാ പണമിടപാടുകളും ട്രാൻസ്പെറന്റ് ആകുന്നതോടെ കൈക്കൂലിയും അഴിമതിയും കുറയ്ക്കുവാൻ കഴിയും. കൂടാതെ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന സബ്സിഡിയും സാമ്പത്തിക സഹായവും ഇടനില കൂടാതെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുവാൻ കഴിയും. ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥ കൊണ്ട് സർക്കാരിനുണ്ടാകുന്ന പ്രയോജനം രണ്ടു വാക്കിൽ പറഞ്ഞാൽ വലിയ ചിലവുകൾ ഒഴിവാക്കുകയും നിയമപരമല്ലാത്ത കാര്യങ്ങൾ വേഗത്തിൽ കണ്ടെത്തുകയും ചെയ്യാം. നിലവിൽ നാം കാണുന്നത് ക്യാഷ്ലെസ് ലോകത്തിന്റെ തുടക്കം മാത്രമാണ്. ഇൻസ്റ്റന്റായി പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള സൗകര്യം ബാങ്കിംഗ് വെബ്സൈറ്റുകളും ആപ്പുകളും നൽകുന്നുണ്ട്. ചെറിയ ചായക്കട തൊട്ട് മാളുകളിൽ വരെ QR കോഡുകൾ ഉണ്ട്. 5 രൂപയുടെ മുട്ടായി വാങ്ങിയാലും പേയ്മെന്റ് നടത്തുവാൻ UPI ലൈറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റ് ഉണ്ട്. പേയ്മെന്റ് സൗകര്യമുള്ള സ്മാർട്ട് വാച്ചസ് പോലെയുള്ള വിയറബിൾസ് പതിയെ വിപണിയിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും ഒരുപോലെ എത്തിച്ചേരുവാൻ കഴിയാത്ത വെല്ലുവിളികളും ക്യാഷ്ലെസ് ലോകത്തിനുണ്ട്. പ്രായമായ ആളുകൾക്ക് ഡിജിറ്റൽ ആപ്പുകൾ കൺഫ്യൂഷനും പേടിയും ആണ്. അവർക്ക് ഫിസിക്കൽ ക്യാഷ് തന്നെ ഉപയോഗിക്കാനാണ് ഇഷ്ടം. എന്നാൽ കാലത്തിന്റെ സമ്മർദ്ദം മൂലം 60 വയസ്സ് വരെയുള്ള ആളുകൾ പതിയെ ഇവ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ചില ഗ്രാമീണ മേഖലയിൽ ഡാറ്റ സിഗ്നലിന്റെ അഭാവം മൂലം ഡിജിറ്റൽ പേയ്മെന്റുകൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റിയും ഒരു വെല്ലുവിളിയാണ്. എല്ലാവരും ഡിജിറ്റൽ ആകുന്നതോടെ തട്ടിപ്പുകളും ഏറി വരുന്നുണ്ട്. പേയ്മെന്റ് ആപ്പുകൾ നിലവിൽ സുരക്ഷിതമായതുകൊണ്ട് സ്കാം കോളുകളിലൂടെയാണ് തട്ടിപ്പ് നടത്തുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന എല്ലാ ഫോൺ കോളുകൾക്കും മറുപടി നൽകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ജസ്റ്റ് ആ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സമാധാനം ആയിരിക്കുക. പണമിടപാടിന്റെ ഭാവി ഉറപ്പായും ഡിജിറ്റൽ തന്നെ ആയിരിക്കും. സ്മാർട്ട് ഫോൺ അതിലേക്ക് വഴിതെളിയിക്കുകയാണ്. തുടർന്ന് സ്മാർട്ട് മോതിരവും വാച്ചുകളും സ്മാർട്ട് ചിപ്പുകളും ആ സ്ഥാനം ഏറ്റെടുക്കും. സർക്കാരുകൾക്ക് ഇതുമൂലം വലിയ ചിലവ് ഒഴിവാക്കുകയും സകല പണമിടപാടുകളും ട്രാക്ക് ചെയ്യാനും കഴിയും. ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥ പൂർണ്ണതോതിൽ ആകാൻ ഇപ്പോൾ സാധിക്കാത്തത് പ്രായമായ ആളുകളും ഇന്റർനെറ്റ് കവറേജിന്റെ പ്രശ്നവുമാണ്. ആരെയും അവഗണിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരെയും ഈ മാറ്റത്തിൽ ഉൾപ്പെടുത്തുവാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ക്യാഷ്ലെസ് ലോകം കൂടുതൽ സുരക്ഷിതമാക്കുവാനുള്ള AI സൈബർ സെക്യൂരിറ്റി വികസിപ്പിക്കുകയാണ്. നിലവിൽ ഈ ലോകത്തിന്റെ ഭാഗമാകുവാൻ സ്മാർട്ട് ഫോൺ കൊണ്ട് സാധിക്കും. എന്നാൽ ഭാവിയിൽ നിങ്ങളുടെ വാലറ്റ് വിരലിലും കയ്യിലും തൊലിക്ക് ഉള്ളിലും ആയിരിക്കും.